മുണ്ടക്കി ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര നിലപാട് ഇന്നറിയാം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ നിലപാട് അറിയിക്കാൻ അവസാന അവസരം നൽകുന്നുവെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇന്ന് പരിഗണിക്കുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കാൻ വൈകുന്നുവെന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. അവസാന അവസരം നൽകുന്നുവെന്ന് കോടതി അന്ന് മുന്നറിയിപ്പ് രൂപേണ പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നത്. ഇതോടുകൂടി ഈ കേസിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇന്ന് കോടതിയെ അറിയിക്കേണ്ടി വരും. അത് എന്താണ് എന്നുള്ളതാണ് കേരളവും കാത്തിരിക്കുന്നത്. ഏതായാലും വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായൊരു നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് കോടതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിൻ്റെ നിലപാട് ഇന്ന് കോടതിയിൽ എന്ത് നിലപാടെടുത്താലും അത് നിർണായകമാകും. എസ് കെ.